മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്ന തിരുവചനം, അവൻ പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. മിശിഹായെ കാത്തിരുന്ന, രക്ഷകനെ കാത്തിരുന്ന ഒരു ജനത സമൂഹത്തിന് മുമ്പിൽ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്ന യേശുവിൻ്റെ ആ ഒരു സ്നേഹത്തിൻ്റെ കരുതലാണ് നാം ഇന്ന് കണ്ടുമുട്ടുക. സമറിയാക്കാരി സ്ത്രീയുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകി അവസാനമായി യേശു പറഞ്ഞു വയ്ക്കുന്ന വചനമാണ്, നീ സംസാരിക്കുന്ന അവൻ തന്നെയാണ് മിശിഹ എന്നുള്ളത്. ദൈവ രക്ഷയെ എത്രമാത്രം സ്നേഹപൂർവ്വമാണ് മനുഷ്യൻ കാത്തിരിക്കുന്നതെന്നും ആ രക്ഷകര ദൗത്യത്തിലേക്ക് കടന്നു വരുന്ന ഈശോ എത്രമാത്രം സമീപസ്ഥനാണ് എന്നും കാണിച്ചു തരുന്ന ഒരു തിരുവചനമാണ് ഇന്ന് പങ്കുവയ്ക്കുക. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഓരോ നിമിഷങ്ങളിലും, ആ ഒരു തീഷ്ണതയോടുകൂടി ആയിരിക്കുന്ന സമയങ്ങളിൽ, പ്രാർത്ഥനാ നിർഭരമായ നിമിഷങ്ങളിൽ ഈശോ എത്രമാത്രം സമീപസ്ഥനാണ് എന്നും കാണിക്കുന്ന വചനമാണ് ഇന്ന് പങ്കുവച്ചു തരിക. ദൈവ ആരാധനയുടെ, ദൈവത്തോടുള്ള പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ എത്രമാത്രം ശക്തമായി നമ്മുടെ ജീവിതങ്ങളിൽ ഉയരുന്നുവോ അത്രമാത്രം തീഷ്ണതയോടുകൂടി ഈശോ നമ്മുടെക്ക് സമീപസ്ഥനായി തീരുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആരാധന അത് ഹൃദയത്തിലും ആത്മാവിലും മനസ്സിലും ചിന്തകളിലും നിറയുന്ന ഒന്നായിരിക്കണം എന്ന് പലതിനും പങ്കുവയ്ക്കുക കൂടി ചെയ്യുകയാണ്. ആരാധിക്കുന്നവൻ്റെ ഹൃദയത്തിലേക്ക് സമീപസ്ഥനായി കടന്നു വരുന്ന മിശിഹ നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും, ബുദ്ധിമുട്ടുകളും, പ്രയാസങ്ങളിലും അവൻ്റെ സജീവമായ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. വ്യക്തി ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും, നമ്മൾ കടന്നു ചെല്ലുന്ന ഓരോ വേളകളിലും യേശു നമ്മളോടൊപ്പമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം, ആ ഒരു തിരിച്ചറിവാണ് വിശ്വാസ ജീവിതത്തിൻ്റെ ആണിക്കൽ എന്ന് പറയുക. കാണപ്പെടാത്തവയുണ്ട് എന്നും പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്നുള്ള ഉറപ്പുമാണ് വിശ്വാസമെങ്കിൽ, കാണപ്പെടാത്ത ഈശോ അവൻ നമ്മളോടൊപ്പമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പരിശുദ്ധ ത്രിത്വത്തെ സ്നേഹപൂർവ്വം എതിരേൽക്കുന്ന ത്രിത്വത്തിൻ്റെ തിരുനാളിലേക്ക് പ്രവേശിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും